അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗവും. മക്കളെ, നിയോഗം പറ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാൻ പ്രിയപ്പെട്ടവരെ. ഇത് ദൈവസ്നേഹത്തിൻ്റെ കാലഘട്ടമാണ്. ആത്മാവ് ദൈവസ്നേഹത്തിൻ്റെ പുഴയിലൂടെ നീന്തി അക്കരയ്ക്ക് പ്രവേശിച്ച് ഉയർപ്പിൻ്റെ മഹിമ പ്രാപിക്കുമ്പോൾ നമ്മളെല്ലാം ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞവരായിരിക്കും. അങ്ങനെ ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥനയിലേക്ക് വരാം. കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരീകരണത്തിൻ്റെ അടയാളം ലഭിക്കാൻ അത്താരെ നടക്കുന്ന ആയിരക്കണക്കിന് ഉടമ്പടി ആരാധനയുടെ ശക്തിയാൽ നിൻ്റെ ഉന്നതമായ നാമത്തിൽ ദൈവകരുണ വർഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അന്ധന് കാഴ്ച നൽകിയവനെ, ചെകിടിനെ കേൾവി നൽകിയവനെ, ഊമന് സംഭാഷണ ശക്തി നൽകിയവനെ, മഹോരോഗ്യം സുഖപ്പെടുത്തിയവനെ, കർത്താവേ, മരിച്ചവനെ ഉയർപ്പിച്ചവനെ, അങ്ങയുടെ നാമത്തെ പ്രാർത്ഥിക്കുന്ന ഓരോ മകൻ്റെ മേലും മകളുടെ മേലും നിന്റെ തിരുമുറുവാർന്ന വലതുകരം, ആണിപ്രതാർന്ന അത്ഭുതകരം, അടിപ്പഴ പോലെ വൈതാഖളം പോലെ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഉച്ചമുതൽ ഉള്ളംകാല് വരെ കർത്താവിൻ്റെ ശക്തി പടരട്ടെ. Lord Jesus Christ, pour out His Spirit, touch with the fire fingers, soak with the precious blood. കർത്താവ്, അങ്ങയുടെ മക്കൾ ഈ അതിപ്രഭാതത്തിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് അതീവ ജാഗ്രതയോടുകൂടിയും സന്തോഷത്തോടെയും കൂടി കർത്താവെ ഇന്നത്തെ ജീവിതത്തെ അങ്ങേക്ക് സമർപ്പിക്കുകയാണ്. അതിമനോഹരമായ ഒരു നിമിഷമാണ് ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. ആയിരക്കണക്കിന് മനുഷ്യരാണ് കർത്താവ് ഈ പ്രാർത്ഥന അവലംബം വെച്ചിരിക്കുന്നത്. അവിടെ ഇന്നത്തെ യാത്രയെ ഞാൻ ആശീർവദിക്കുന്നു. നിങ്ങളുടെ ഇന്നത്തെ ഉദ്യമങ്ങളെ ഞാൻ ഈശോയുടെ നാമത്തെ ആശീർവദിക്കുന്നു.
നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ സംസാരങ്ങൾ, നിങ്ങളുടെ വിചാരങ്ങൾ, ഒത്തുകൂട്ടങ്ങൾ, അവിടെ നടക്കുന്ന ചർച്ചകൾ, നിങ്ങൾ പങ്കെടുക്കുന്ന വിഷയത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ദൈവനിശ്ചയപ്രകാരമുള്ള തീരുമാനങ്ങൾ ലഭിക്കുന്ന പരിശുദ്ധ ദേവമാതാവിന് നിങ്ങളുടെ എല്ലാ സംരംഭങ്ങളെയും ഇടപഴകലുകളെയും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ മാതാവിൻ്റെ മധ്യസ്ഥ സമർപ്പിക്കുന്നു. അമ്മയാണ് ഞങ്ങളുടെ ഉറപ്പ്. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാകാൻ വേണ്ടി ഉടമ്പടി എടുത്ത് ദൈവതിരുസന്നിധിയിൽ സുവിശേഷവിധമായ ജീവിതം വ്യാപരിപ്പിക്കുന്ന എല്ലാ മക്കളെയും ഈ നിമിഷം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കുഞ്ഞുങ്ങൾ പരീക്ഷയുടെ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരുണ്ട്. കർത്താവെ, മനസ്സ് അധികം ധൈര്യമില്ലാത്ത മക്കളുമുണ്ട്. അവരെല്ലാം അവരെ ഓർത്ത് ഞങ്ങൾക്ക് പേടിയും ഉത്കണ്ഠയും ഉണ്ട്. കർത്താവെ, അവർക്ക് മാർക്ക് കുറഞ്ഞു പോയെന്ന് വിചാരിച്ചുകൊണ്ട് എന്തെങ്കിലും പുഴത്തരങ്ങൾ കാട്ടിക്കൂട്ടുന്ന മക്കളെ ഞങ്ങൾ പ്രത്യേകം അങ്ങയുടെ തിരുസന്നിധിയെ സമർപ്പിക്കുന്നു. അവരെ നീ ഏറ്റെടുക്കുകയും അവരെ സന്ധിക്കുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, മക്കളെ ഉണ്ട് കർത്താവെ, അവരുടെ ഭാവി പ്രവർത്തനങ്ങളുണ്ട്. അവരുടെ ഭാവി ജീവിതം കരുപിടിപ്പിക്കുന്ന പുതിയ വഴികളെ ഞങ്ങൾ കാണിച്ചു തരണമേ. അതിനുവേണ്ടിയുള്ള എല്ലാ യാത്രകളെയും ചിന്തകളെയും തീരുമാനങ്ങളെയും യാത്രകളെ നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കുഞ്ഞു കട കൊണ്ട് ചെറിയൊരു മോരും വെള്ളമൊക്കെ ഇരുന്നുകൊണ്ട് ഒരു കുടുംബം അരിവെക്കാൻ വേണ്ടി വിഷമിക്കുന്നവരുണ്ട് ഈശോയെ. ചെറിയ മൃഗങ്ങളെ പോലുള്ള കാര്യങ്ങൾ കൊണ്ട് ജീവിക്കുന്നവരുണ്ട് ഈശോയെ. ചെറിയ കുഞ്ഞു വലകൾ കടലിൽ എറിഞ്ഞ് ജീവിക്കുന്നവരുണ്ട് ഈശോയെ. അതുകൊണ്ട് തന്നെ വലിയ വ്യാപാരങ്ങൾ ചെയ്ത് വലിയ കടങ്ങളിൽ അകപ്പെട്ടിരിക്കുന്നവരുണ്ട് ഈശോയെ. എല്ലാ തരത്തിലും ഹെൽപ് ദോസ് ഹു ഹാവ് ഓൾ കൈൻഡ് ഓഫ് ട്രബിൾസ് എന്ന് കർത്താവെ അങ്ങനെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. എല്ലാത്തരം ക്ലേശങ്ങൾ ഇരിക്കുന്നവരെ സന്തോഷിപ്പിക്കാനും ആശ്വസിപ്പിക്കുവാനും കർത്താവ് ആ വചനം ഒന്ന് കുറേ 4 വചനം അനുസ്മരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാത്തരം വേദന അനുഭവിക്കുന്നവരെ ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട് അവർ സന്ധിക്കപ്പെടണം, അവരെ സമാശ്വസിപ്പിക്കപ്പെടണം. കർത്താവ്, ദുഃഖവാടം തുടങ്ങിയപ്പോൾ ഞങ്ങൾക്കും ദുഃഖമാണല്ലോ എന്ന് ഓർത്തുകൊണ്ട് കർത്താവ് നിരാലംബപ്പെടുന്നവരുണ്ട് ഈശോയെ. ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട് കർത്താവ് അവർക്കെല്ലാം ഇന്ന് സന്ധിപ്പ് സമാധാനം കിട്ടുമെന്ന് പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പ്രത്യാശിക്കുന്നു. കർത്താവ് നിന്നിൽ ആശ്രയം വെച്ചിട്ടുള്ളവരാരും കർത്താവ് ലജ്ജിക്കുവാൻ അനുവദിക്കത്തില്ലെന്ന് കർത്താവിൻ്റെ വചനത്തിലുണ്ട്. അത് വാഗ്ദാനമാണ്. ആ വാഗ്ദാന പ്രകാരം അങ്ങനെ മക്കളെ സന്ധിക്കണമേ, സമാശ്വസിപ്പിക്കണമേ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ആശുപത്രിയിൽ പോകുന്നവരുണ്ട്, പോയി വന്നവരുണ്ട്, പ്രസവത്തിനായി പോണവരുണ്ട്, ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തവരുണ്ട്. എല്ലാവരെയും സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ജോലി തിരക്കി പോകുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ജോലി നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് വേദനയോടെ ഇന്നലെ കിടന്നുറങ്ങിയവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നവർ ജോലി അന്വേഷിച്ച് പോകുമ്പോൾ അവർക്കെതിരെ നിൽക്കുന്ന പ്രതിരോധ ശക്തികൾ, ദൈവത്തിലെ നിനക്കെതിരെ നിൽക്കുന്ന പ്രതികാര ശക്തികൾ ഈ പ്രഭാതത്തിലെ കൃപാസാൽത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മ സർപ്പത്തെ തലകർക്കാൻ വേണ്ടി ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സ്വർഗീയ പദ്ധതിയായ പരിശുദ്ധ അവരുടെ മാധ്യസ്ഥത്തിലെ നിൻ്റെ ശത്രുക്കളെ യേശുവിൻ്റെ നാമത്തിൽ നിഗ്രഹിക്കപ്പെടട്ടെ. നീ പോവുക, നിൻ്റെ വഴി യാത്രയിൽ ഞാൻ നിനക്ക് മുമ്പേ എൻ്റെ ദൂതനയക്കുന്ന അളിച്ച കർത്താവിൻ്റെ ദൂതൻ നിനക്ക് മുമ്പേ സഞ്ചരിക്കട്ടെ, നിനക്ക് വേണ്ടി വാദിക്കട്ടെ, നിനക്ക് വേണ്ടി സംസാരിക്കട്ടെ. നീ തിരികെ വരുമ്പോൾ രാത്രി സന്തോഷത്തെ തിരിച്ചു വന്നുകൊണ്ട് ദൈവത്തിലെ വിലയം പ്രാപിക്കാനിടയാകട്ടെ, ദൈവത്തിൽ വിശ്രമം പാലിക്കാനിടയാകട്ടെ. നിത്യപിതാമ്പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും ആമേൻ. എൻ്റെ മക്കളെ, നമുക്ക് എസെക്കിയേൽ 16-7 വാക്യം മുതൽ വായിക്കാം. എസെക്കിയേൽ 16:6-7 ജീവിക്കുക, വയലിലെ ചെടി പോലെ വളരുക. ഇതിന്റെ ആദ്യ ഭാഗങ്ങൾ വായിച്ചേക്കാം. എസെക്കിയേൽ 16:4 മുതലുള്ള തിരുവചനങ്ങൾ. നീ ജനിച്ച ദിവസം നിന്റെ പൊക്കിൽ കൊടി മുറിച്ചിരുന്നില്ല, നിന്നെ കുളിപ്പിച്ച് ശുദ്ധി വരുത്തിയിരുന്നില്ല, ദേഹത്ത് ഉപ്പ് പുരട്ടുകയോ പിള്ളക്കച്ചയിൽ പൊതിയുകയോ ചെയ്തിരുന്നില്ല. ഇവയിലൊന്നെങ്കിലും ചെയ്യാൻ ആർക്കും ദയ തോന്നിയില്ല. ജനിച്ച ദിവസം തന്നെ നീ വെറുക്കപ്പെടുകയും വെളിംപ്രദേശത്ത് ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. ഞാൻ നിന്റെ അടുക്കലൂടെ കടന്നുപോയി നീ ചോരയിൽ കിടന്നുരുളുന്നത് കണ്ട് നിന്നോട് പറഞ്ഞു ജീവിക്കുക, വയലിലെ ചെടി പോലെ വളരുക. നീ വളർന്ന് പൂർണ്ണ യൗവനം പ്രാപിച്ചു. ഞാൻ സ്വകാര്യമായ ആധ്യാത്മിക ആവശ്യങ്ങൾക്ക് വേണ്ടി കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്നൊരു വചനമാണിത്. അതായത്
നീ ജനിച്ചപ്പോൾ ആരും നിന്നോട് കരുണ കാണിച്ചില്ലെന്ന്. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളുടെയും പിന്നിൽ കരുണ തോന്നണമെന്നും പറഞ്ഞ് മനുഷ്യൻ തൊണ്ട പൊട്ടിക്കാറി ഈ എന്തെല്ലാം പാട്ടുകളാണ് മനുഷ്യൻ പാടുന്നത്. ചില സമയത്ത് നമ്മൾ ആരും നിന്നോട് കരുണ കാണിച്ചില്ലെന്നാണ് കിടക്കണേ. എസെക്കിയേലിൻ്റെ 16:5. അപ്പോൾ ദൈവപരിപാലനയുടെ മറ്റൊരു വശമാണ് കരുണ അർഹിക്കാതിരിക്കുക, അല്ല കരുണ ലഭിക്കാതിരിക്കുക എന്നുള്ളത്. നമ്മളെപ്പോഴും ഓർക്കുന്നത് യേശുക്രിസ്തുവിനോട് പിതാവ് കരുണ കാണിച്ചില്ലല്ലോ. അതല്ലേ, പിതാവായ ദൈവം പോലും തൻ്റെ ഏകജാതനോട് കരുണ കാണിക്കാതിരുന്ന കാലത്ത് അവൻ അനുഭവിച്ച് കൂട്ടിയ വ്യാകുലങ്ങളാണ് അല്ലേ. പക്ഷെ എന്താണ് ഇതിന് അവസാനം പറയുന്നത്? എന്താണ്? ഞാൻ ഈ ഏലോ ലാമ സബക്താനി, എൻ്റെ ദൈവമേ എന്തുകൊണ്ട് ഉപേക്ഷിച്ചെന്നൊക്കെ ചോദിക്കും. പക്ഷെ അതിൻ്റെ അനുഭവത്തിൻ്റെ വെളിയിൽ ചോദിക്കുന്നതാണ്, ഞാൻ നിന്നെ ഉപേക്ഷിച്ചില്ല, നീ അങ്ങനെ ചോരയിൽ കിടന്ന് ഉരുളെന്ന് കാണുമ്പോഴും ഞാൻ നിൻ്റെ അടുത്ത് കൂടി കടന്നുപോയെന്ന്. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? കർത്താവിൻ്റെ പ്രാർത്ഥന കുരിശിൽ കിടന്നുള്ള ഏലോ ലാമ സബക്താനി എന്ന് പ്രാർത്ഥിക്കുമ്പോഴും പിതാവായ ദൈവം അത് അനുഭവിച്ച് കൊടുത്തുകൊണ്ട് അരികിൽ നിൽക്കുന്നുണ്ടായിരുന്നു. എൻ്റെ അർത്ഥം ആധ്യാത്മികതയിൽ, അതായത് ബലമുള്ള ആധ്യാത്മികതയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ചില സമയത്ത് ചില ക്ലേശങ്ങൾ നമുക്ക് ദൈവം കൽപ്പിച്ചു നൽകും. അതെന്തിനു വേണ്ടിയാണ്? ജീവിക്കുക. നേഴ്സറി പ്ലാന്റ് പോലെ വളരാനല്ല, സ്പൂൺ ഫീഡ് ചെയ്തിട്ടേ. ദൈവം അങ്ങനെ ആഗ്രഹിക്കണില്ല. നമ്മളിങ്ങനെ നേഴ്സറി പ്ലാന്റ് പോലെ പ്രത്യേക ശുശ്രൂഷ ലഭിച്ച് ബിസ്ക്കറ്റ് ബേബീസിനെ പോലെ വളരാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ക്രിസ്തു വളർന്നതുപോലെ ജീവിക്കുക, വയലിലെ ചെടി പോലെ വളരുക. ക്ലേശങ്ങളെ ദൈവത്തിൻ്റെ അതിന് വേണ്ടി ആഹാരം കൊണ്ട് എടുത്തുകൊണ്ട് ആത്മാവിനെ ബലപ്പെടുത്താൻ വേണ്ടി ക്രിസ്തുവിൻ്റെ ശക്തി ആവഹിക്കുന്ന ദിവസങ്ങളാണ് നമ്മുടെ ഈ ദിവസങ്ങളിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും. അതുപോലെ തന്നെ ജീവിത ക്ലേശങ്ങളോടുള്ള നിശ്ചയദാർഢ്യത്തോടെ ക്രിസ്തു സഹജമായ നമ്മുടെ ആഭിമുഖ്യങ്ങളും. അതിലൂടെ നമ്മളും വളരും. എങ്ങനെ? നേഴ്സറി പ്ലാന്റ് പോലെയല്ല, ജീവിക്കുക. വയലിലെ ചെടി ആരും സംരക്ഷിക്കാനില്ല, ആരും വെള്ളം കോരി തരാനില്ല, ആരും വളമിടാനില്ല, ആരും വേലി കെട്ടാനില്ല. എങ്കിലും അവൻ നമ്മൾ മുന്നോട്ട് പോകും. അവൻ വളർന്നു പോയില്ല. അവനെ യൂദാസ് ചുറ്റിക്കൊടുത്തു, അവൻ മുന്നോട്ട് പോയി. അവനെ പത്തോസ് തള്ളിപ്പറഞ്ഞു, അവൻ മുന്നോട്ട് പോയി. അവനെ പിലാത്തോസ് കൈകഴുകി തള്ളിപ്പറഞ്ഞു, അവൻ മുന്നോട്ട് പോയി. അവൻ്റെ ചങ്കിൽ കുത്തി, എന്നിട്ടും അതിൽ നിരത്തവും വെള്ളവും ചൊരിഞ്ഞുകൊണ്ട് അവൻ മുന്നോട്ട് പോയി. പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിക്കൊണ്ട് മഹത്വ കിരീടം ചൂടാൻ. ഇത് യാത്രയാണ്. മഹത്വത്തിലേക്കുള്ള യാത്ര സഹനത്തിലൂടെ നമ്മൾ ജയിക്കും. എൻ്റെ പേര് രമ്യ. ഇതെൻ്റെ ഹസ്ബൻഡ് സതീഷ് കുമാർ. ഞങ്ങളുടെ വീട് ഹരിപ്പാടാണ്. ഞങ്ങൾ UK സെറ്റിൽഡാണ്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2022 7-ാം മാസമാണ്. അതിനുശേഷം 23 ജനുവരിയിൽ ഞങ്ങൾ UK പോയി. അന്നു മുതൽ ഞങ്ങൾ മാതാവിൻ്റെ പൂർണ്ണമായിട്ടുള്ള കരുതലിലാണ് ഞങ്ങൾ ജീവിച്ചു വന്നിരുന്നത്. ഇത് കഴിഞ്ഞ മാർച്ചിൽ ഞാൻ വന്നൊരു സാക്ഷ്യം പറഞ്ഞായിരുന്നു. അതിനുശേഷം ഇതിപ്പോൾ അർജൻറ്റായിട്ട് ഞങ്ങൾ എമർജൻസിക്ക് നാട്ടിൽ വന്നതാണ്. കഴിഞ്ഞ മാസം ജൂലൈയിൽ 7-ാം തീയതി എൻ്റെ ഹസ്ബൻഡിന് UK വെച്ച് ഭയങ്കര ഒരു കാർഡിയാക് അറസ്റ്റ് ഉണ്ടായി. ഞാനന്ന് ഡ്യൂട്ടിയിലായിരുന്നു, എനിക്ക് നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു. അപ്പം എൻ്റെ ഹസ്ബൻഡ് എന്നെ വൈകുന്നേരം വിളിച്ചിട്ട് പറഞ്ഞു, ഇതേപോലെ എനിക്ക് നെഞ്ചുവേദന എടുക്കുന്നുണ്ട്, നെഞ്ചുവേദന വന്നിട്ട് താടിയലിലേക്ക് ആ വേദന ഇങ്ങനെ വരുന്നുണ്ട്, വന്നും പോയി നിൽക്കുകയാണ്. അപ്പം ഹസ്ബൻഡിന് BP ഉള്ളതാണ്, പക്ഷേ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത മനുഷ്യനാണ്. അപ്പം പെട്ടെന്ന് ഇപ്പോൾ ഇങ്ങനെ വേദന വന്നപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് പോരേന്ന് പറഞ്ഞു. പക്ഷേ അവിടെ ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാലും ഒരു 10-14 മണിക്കൂറോളം എടുക്കും ഒരു ഡോക്ടറിനെ കണ്ട് കാഷ്വാലിറ്റിയിലൊന്ന് കാണണമെങ്കിൽ. അപ്പം ഹസ്ബൻഡ് നേരത്തെ അങ്ങനെ വന്നിരുന്നത് കൊണ്ട് വരാൻ താല്പര്യം ഇല്ലായിരുന്നു. അപ്പോൾ ഹസ്ബൻഡിനോട് പറഞ്ഞു, കുഴപ്പമില്ല, ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ഇവിടെ ഇരുന്ന് കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞു എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വരണമെന്ന് പറഞ്ഞു. അതിനുശേഷം ഹസ്ബൻഡ് തൈലം, നമ്മുടെ ഉടമ്പടി തൈലം നെഞ്ചിൽ തൊട്ട് കുരിശ് വരച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. വേദന ഇങ്ങനെ വന്നും പോയിരുന്നു. അപ്പോൾ മക്കൾ കാലും കൈയൊക്കെ തടയി കൊടുത്തു. അവരെല്ലാവരും കിടന്നുറങ്ങി. ഒരു 3 മണി രാത്രിയായപ്പോൾ ഹസ്ബൻഡ് ഭയങ്കര കലശലായിട്ടുള്ള നെഞ്ചുവേദന വന്നു. അപ്പം ആരും അടുത്തില്ല. അപ്പം പെട്ടെന്ന് ഹസ്ബൻഡ് കട്ടിലേൽ നിന്ന് എണീറ്റപ്പോൾ ഹസ്ബൻഡ് നെഞ്ചൊക്കെ ഇങ്ങനെ അങ്ങ് നെഞ്ചിൽ നിന്നുള്ള വേദന കയ്യിലേക്കും താടിയിലേക്കും വന്നു. ഹസ്ബൻഡ് ശരീരം വല്ലാതെ വന്നപ്പോൾ ഹസ്ബൻഡ് പെട്ടെന്ന് വന്നു മാതാവിൻ്റെ രൂപത്തിൻ്റെ മുമ്പിൽ വന്ന് തൈലമെടുത്ത് നെഞ്ചിൽ കുരിശ് വരച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. എന്നിട്ട് മാതാവിൻ്റെ മുമ്പിലെ സോഫയിൽ കിടന്നു. എന്നിട്ട് മാതാവിനോട് പറഞ്ഞു,
കാത്തോളനെ മാതാവേ എന്ന് പറഞ്ഞിട്ട് ആ സോഫയിൽ കിടന്നു. പിറ്റേന്ന് അപ്പം രാത്രിയിലൊന്നും എന്നെ വിളിച്ചില്ല, ഞാൻ തിരക്കുമായിരുന്നുകൊണ്ട് ഞാൻ തിരിച്ചും വിളിച്ചില്ല. ഞാൻ വിരിച്ച് ഉറങ്ങുമായിരിക്കും, വിളിക്കേണ്ടെന്ന് കരുതി. പിറ്റേന്ന് രാവിലെ ഞാൻ വന്നപ്പോൾ എന്നോട് പറഞ്ഞു എനിക്ക് ഇന്നലെ രാത്രി ഭയങ്കര നെഞ്ചുവേദന വന്നു, പക്ഷേ ഞാൻ തൈലം എടുത്ത് നെഞ്ചിൽ തൊട്ട് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് മാതാവിനെ കാത്തു. പക്ഷേ എനിക്ക് വേദന വരുന്നുണ്ട്, ഇടയ്ക്ക് വന്നും പോയി നിൽക്കുന്നുണ്ട്, പക്ഷേ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞെങ്കിൽ രാവിലെ നമുക്ക് പോകാം ഹോസ്പിറ്റലിൽ. അപ്പോൾ എൻ്റെ 3ാമത്തെ നൈറ്റാണ്. അപ്പോൾ ഞാൻ ഭയങ്കര ക്ഷീണിച്ചാണ് വന്നത്. അപ്പോൾ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു വേണ്ട, നൈറ്റ് കഴിഞ്ഞ് വന്നതല്ലേ, നീ പോയി കിടന്ന് ഉറങ്ങിക്കോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ മക്കളും സ്കൂളിൽ പോയി, ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ വീട്ടിൽ, ഞാൻ കിടന്നുറങ്ങുവാണ്. അത് കഴിഞ്ഞ് വൈകുന്നേരം 4 മണിയായപ്പോൾ മക്കൾ സ്കൂളിൽ നിന്ന് വന്ന്. അപ്പം ഞങ്ങൾ ഒരു സെമി ഡിറ്റാച്ച്ഡ് ഹൗസാണ്. അപ്പം 3ാമത്തെ ഫ്ലോറിലാണ് താമസിക്കുന്നത്. ലിഫ്റ്റൊന്നുമില്ല, 3 നിലയുള്ള വീടാണ്. അപ്പം മെയിൻ ഡോറ് തുറക്കാൻ വേണ്ടി മക്കൾ വന്ന് കോൾ ബെല്ലടിച്ചു. അപ്പം ഞാൻ അറിയുന്നില്ല, ഉറങ്ങുവാണ്. അപ്പോൾ ഹസ്ബൻഡ് ചാവി എടുത്ത് താഴേക്ക് പോയി. അപ്പോൾ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വന്നപ്പോൾ ഹസ്ബൻഡ് ശരീരം കുഴഞ്ഞു വരുന്നു. അപ്പോൾ ഹസ്ബൻഡ് പറയുന്നത് ഇങ്ങനെ ശരീരത്തിൽ നിന്ന് കാറ്റൊക്കെ ഇങ്ങനെ ഇറങ്ങിപ്പോയിട്ടങ്ങ് കാറ്റോ എന്തൊക്കെയോ അങ്ങ് ശരീരത്തിൽ നിന്ന് പോയിട്ട് കുഴഞ്ഞ് അങ്ങ് സ്റ്റെപ്പയിലോട്ട് വീഴുക ഹസ്ബൻഡ്. അപ്പോൾ ഹസ്ബൻഡ് സ്റ്റെപ്പയിൽ അവിടെ ഇരുന്നിട്ട് നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിച്ചു, മാതാവേ കാത്തോളനെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി അവിടെ കുറച്ച് നേരം ഇരുന്നപ്പം മക്കൾ ഡോറിന് പുറത്താണ്, ഞാൻ റൂമിൽ കിടന്ന് ഉറങ്ങുകയാണ്. ആ ബിൽഡിങ്ങിൽ വേറെ ആരുമില്ല, എല്ലാവരും ജോലിക്ക് പോയേക്കുവാണ്. ഹസ്ബൻഡ് ഒറ്റയ്ക്ക് ആ സ്റ്റെപ്പിലിരിക്കുക. അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഇച്ചിരി കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് എണീറ്റു, പോയി ഡോറ് തുറന്നു കൊടുത്തു. അപ്പോൾ മക്കൾ അറിയുന്നില്ല ഹസ്ബൻഡിന് ബുദ്ധിമുട്ടുള്ള കാര്യം, അവർ ഓടിക്കയറി പോരുന്നു. ഹസ്ബൻഡ് ആ സ്റ്റെപ്പിൽ കുറച്ച് നേരം കൂടി ഇരുന്ന് എന്നിട്ട് പതിയെ ഹസ്ബൻഡ് പറഞ്ഞു ഹസ്ബൻഡ് അറിയില്ല എങ്ങനെയാണെന്ന്. ഹസ്ബൻഡിനെ ആരോ താങ്ങി ഹസ്ബൻഡ് വീണ്ടും തിരിച്ച് ആ സ്റ്റെപ്പ് ആ 3 നില വീണ്ടും കയറി മേളി വന്നു. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയൊക്കെ എൻ്റെ മാതാവ് ഇങ്ങനെ താങ്ങി പിടിച്ചേക്കുന്ന പോലെയാണ് ഹസ്ബൻഡ് ഫീൽ ചെയ്തത്. തിരിച്ച് മേളിൽ വന്നു, ഞാൻ ഉറങ്ങുമായിരുന്നു. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇതേപോലെ എനിക്ക് ശരീരം കുഴഞ്ഞു വന്നു, എനിക്കിതേപോലെ വയ്യാതായി, പക്ഷേ എനിക്കറിയില്ല, എന്നെ മാതാവ് ഇങ്ങനെ താങ്ങി പിടിച്ചു. ഞാൻ ചോദിച്ചു എങ്ങനെ തിരിച്ച് മേള് 3 നില കയറി വന്നെന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു എനിക്കറിയില്ല, എന്നെ താങ്ങി പിടിച്ച് ഞാൻ മേളിലെത്തിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഹോസ്പിറ്റലിൽ പോകാം. അപ്പോൾ ഹസ്ബൻഡിന് അവിടുത്തെ ഹോസ്പിറ്റലിൽ പോകാൻ ഒട്ടും ഇഷ്ടമില്ല. അവിടെ വെയിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര വയ്യെങ്കിലും വെയിറ്റിംഗ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞില്ല നമുക്ക് രാത്രി പോകാം. അപ്പം മാതാവിന് അറിയാം എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്ന്. പെട്ടെന്ന് ഒരു ഫ്രണ്ട് വിളിച്ചപ്പം പറഞ്ഞു ഇതേപോലെ നെഞ്ചുവേദനയാണ്, ഹോസ്പിറ്റലിൽ പോയിരിക്കാൻ പറഞ്ഞു, പെട്ടെന്ന് റെഡി ആയിക്കോ, ഞാൻ വന്ന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. പുള്ളി വന്നു, പെട്ടെന്ന് കാറിൽ കയറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ആദ്യത്തെ ECG, അപ്പം നെഞ്ചുവേദന ചെന്നപ്പോഴും നെഞ്ചുവേദന വന്നും പോയി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ ECG എടുത്തു, ബ്ലഡ് എടുത്തപ്പോഴത്തേക്ക് അതിനകത്ത് ട്രോപ്പോണിനൊക്കെ നമുക്ക് ബിലോ 100 വരേണ്ടടുത്ത് പുള്ളിക്ക് അന്നേരം 250 കാണിക്കുന്നത്. പിന്നെ ECGക്കകത്തും വേരിയേഷൻ കാണിക്കുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് അറ്റാക്കിൻ്റെ സിംറ്റംസ് ആണല്ലോ കാണിക്കുന്നത്, എല്ലാ അരമണിക്കൂർ കൂടുമ്പോഴും ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെ പെട്ടെന്ന് റീസസിലേക്ക് മാറ്റി ബ്ലഡ് ചെക്ക് ചെയ്യുന്തോറും ഇതിങ്ങനെ കൂടി വരികയാണ്. അപ്പം ഹസ്ബൻഡ് ബാക്കി ടെസ്റ്റ് എല്ലാം ഡോക്ടർ നോക്കിയിട്ട് എന്നോട് വന്നിട്ട് പറഞ്ഞു പുള്ളിക്ക് ശരിക്കും പറഞ്ഞാൽ ഇന്നലെ വലിയൊരു മാസീവായിട്ടുള്ള കാർഡിയാക് അറസ്റ്റ് സംഭവിച്ചു കഴിഞ്ഞു, അത്രയും വലിയൊരു അറ്റാക്ക് കഴിഞ്ഞു. പിന്നെ പിറ്റേന്ന് ഇന്നത്തെ ദിവസം ഹസ്ബൻഡ് കുഴഞ്ഞു വീണു. പക്ഷേ ഭയങ്കര അത്ഭുതം എന്ന് പറയുന്നത് ഇത്രയും വലിയൊരു അറ്റാക്ക് സംഭവിച്ചു, ഇത്രയും ശരീരം കുഴഞ്ഞ് വീഴുകയും ചെയ്ത മനുഷ്യൻ ഒരു കുഴപ്പമില്ലാണ്ട് ഇരിപ്പുണ്ട് ഇപ്പോഴും എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അഡ്മിറ്റ് ചെയ്യാം, ആൻജിയോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞു, ആൻജിയോഗ്രാം ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞു. അന്നേരം ഹസ്ബൻഡിന് ആൻജിയോഗ്രാം ചെയ്യാൻ ഇഷ്ടമല്ല. ഹസ്ബൻഡ് പറഞ്ഞു എനിക്ക് വേണ്ട, വീട്ടിൽ പോയാൽ മതിയെന്ന് പറഞ്ഞു. അപ്പം പുള്ളി പറയുന്നത് എന്നെ മാതാവ് കാത്തോളൂ, എനിക്കൊരു കുഴപ്പമില്ല, എനിക്ക് വീട്ടിൽ പോയാൽ മതി, എനിക്ക് ഇവിടെ അങ്ങ് നിൽക്കേണ്ട. അപ്പോൾ പെട്ടെന്ന് തന്നെ അവർ അഡ്മിറ്റാക്കി. അത് കഴിഞ്ഞിട്ട് ബ്ലഡ് നോക്കുമ്പം വന്നപ്പോൾ ഈ 250 കിടന്ന ബ്ലഡ് കൂടി 750 എത്തി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു മാസീവ് അറ്റാക്ക് ഉണ്ടായി, നെക്സ്റ്റ് അറ്റാക്കിൻ്റെ വിൻഡോ പീരീഡാണിത്, അടുത്ത അറ്റാക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ നെക്സ്റ്റ് അറ്റാക്കിൽ പുള്ളി മരിച്ചു പോകുമെന്ന് പറഞ്ഞു. എത്രയും പെട്ടെന്ന് നിങ്ങൾ ആൻജിയോഗ്രാം ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് തന്നെ പുള്ളിയെ ആൻജിയോഗ്രാമിനെടുത്തപ്പോഴും ഞാനപ്പം എൻ്റെ കയ്യിൽ തൈലം ഉണ്ടായിരുന്നു, തൈലം വെച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ആൻജിയോഗ്രാമിൻ്റെ കാത്ത് ലാബിലേക്ക് വിടുന്നത്. അപ്പം അകത്ത് കയറ്റി ചെയ്തിട്ട് ഡോക്ടർ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് എന്നോട് പറഞ്ഞു, അപ്പം ഞാൻ എൻ്റെ ഹോസ്പിറ്റലിൽ തന്നെയാണ്. അപ്പം ഡോക്ടർ എന്നോട് പറഞ്ഞു രമ്യ എത്രയും പെട്ടെന്ന് ബൈപ്പാസ് ചെയ്യണം, പുള്ളിയുടെ ഹാർട്ടിൻ്റെ 3 വെസൽസ്, നമ്മുടെ ഹാർട്ടിൻ്റെ കൊറോണറി ആർട്ടറീസ് എന്ന് പറഞ്ഞ് മസിലിന് സപ്ലൈ കൊടുക്കുന്ന ആർട്ടറീസ് ഫുള്ള് ബ്ലോക്കാണ്, എല്ലാ ആർട്ടറീസും 100% ബ്ലോക്കാണ്. എത്രയും പെട്ടെന്ന് ബൈപ്പാസ് ചെയ്തില്ലെങ്കിൽ പുള്ളി മരിച്ചു പോകുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വേണം. അത് നമ്മുടെ ഇവിടുത്തെ പോലെയൊന്നും അല്ല, UK എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 1 ഇയർ വെയിറ്റ് ചെയ്യണം ഒരു ബെഡ് കിട്ടണമെങ്കിൽ. അപ്പം പറഞ്ഞു എത്രയും പെട്ടെന്ന് വേറെ ഹോസ്പിറ്റലിൽ ബെഡ് അറേഞ്ച് ചെയ്യാം, എത്രയും പെട്ടെന്ന് വേണം. അപ്പോൾ ഹസ്ബൻഡ് ഒരു വിധത്തിൽ സമ്മതിക്കുന്നില്ല. ഹസ്ബൻഡ് പറയുന്നത് എന്നെ മാതാവ് നോക്കിക്കൊള്ളും, എനിക്ക് ബൈപ്പാസ് ഒന്നും വേണ്ട, എനിക്ക് വീട്ടിൽ പോയാൽ മതിയെന്ന്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ ഇരിക്കുന്ന ഒരാളെ വീട്ടിൽ പറഞ്ഞു വിട്ടാൽ വീട്ടിൽ ചെന്ന് അടുത്ത അറ്റാക്കിന് മരിച്ചു പോകും, അതുകൊണ്ട് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പം പെട്ടെന്ന്
എൻ്റെ ഹോസ്പിറ്റലിൽ കാർഡിയാക്കിൻ്റെ സർജറി നടക്കത്തില്ല, വേറെ ഹോസ്പിറ്റലാണ്. പെട്ടെന്ന് അവിടെ വിളിച്ചു പറഞ്ഞു അവർ ബെഡ് അറേഞ്ച് ചെയ്യുന്നു, ഡോക്ടേഴ്സ് എല്ലാം ഇവിടുന്ന് ഡോക്യുമെൻറ്റ്സ് ഒക്കെ അയക്കുന്നു. അവരെല്ലാം ചെയ്തു, ബെഡ് റെഡിയായി, 2 ഡേയ്സിനുള്ളിൽ ബെഡ് റെഡിയാക്കി, ഡോക്ടേഴ്സ് വില്ലിങ് ആയി. പക്ഷേ ഹസ്ബൻഡ് മാത്രം സമ്മതിക്കുന്നില്ല. അപ്പോൾ കൗൺസിലിങ്ങിന് ആൾക്കാർ വന്ന് അവർ സംസാരിക്കുന്നു, ഹസ്ബൻഡ് ഒരു വ്യക്തി. അപ്പോൾ ഞങ്ങളെല്ലാവരും ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് സമ്മതിക്കുന്നില്ല. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇത്രയും ചെറുപ്പം, ഇനി ഒരു അറ്റാക്ക് വന്നാൽ മരിച്ചു പോകും, ഹസ്ബൻഡ് മക്കൾ ഭാര്യയൊക്കെ ഇല്ലേ, ഇവരെ നോക്കണ്ടേ, എന്താണ് സമ്മതിക്കാത്ത. പറഞ്ഞ് എന്നെ മാതാവ് കാത്തോളും, എനിക്ക് സർജറി വേണ്ട, ഞാൻ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞു. അവസാനം ഡോക്ടേഴ്സ് പറഞ്ഞു പേഷ്യൻ്റ് വില്ലിങ് അല്ലേ, സർജറി ചെയ്യാൻ പറ്റില്ല, അങ്ങനെ സ്റ്റെൻറ്റ് ഇടാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ കൊണ്ടുപോയി സ്റ്റെൻറ്റ് ഇട്ടു. അപ്പോൾ സ്റ്റെൻറ്റ് ഇടാൻ വേണ്ടി കൊണ്ടുപോയപ്പം ഫുള്ള് ബ്ലോക്കാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു മാക്സിമം സ്റ്റെൻറ്റ് ഇടാൻ നോക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അപ്പം ലെഫ്റ്റ് കൊറോണറി ആർട്ടറിയിൽ മാത്രം 2 സ്റ്റെൻറ്റ് ഇട്ടു. അപ്പോഴത്തെ ഹസ്ബൻഡിന് വീണ്ടും നെഞ്ചുവേദന വന്നു, ബാക്കി സ്റ്റെൻറ്റ് ഇടാൻ പറ്റില്ല. അന്നേരം പറഞ്ഞു ബാക്കി നമുക്ക് സ്റ്റേജായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ റൂമിലേക്ക് കൊണ്ടുവന്നപ്പം ഹസ്ബൻഡ് റൂമിൽ വന്നു കഴിഞ്ഞിട്ടും ഹസ്ബൻഡ് പ്രാർത്ഥിക്കുകയാണ് മാതാവിനോട്, എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു വീട്ടിൽ വിടാൻ പറ്റത്തില്ല, നാട്ടിൽ പോകണമെന്ന് പറഞ്ഞ് നാട്ടിലേക്ക് ട്രാവൽ അലവൻസ് തരത്തില്ല. കാരണം ഫ്ലൈറ്റിൽ കയറിയ പ്രഷർ വേരിയേഷൻ വരുമ്പോഴത്തേക്ക് അപ്പം തന്നെ ഹാർട്ട് പൊട്ടി ഹസ്ബൻഡ് മരിച്ചു പോകും. അപ്പം സിസ്റ്റത്തിൽ ഡോക്യുമെൻ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഹസ്ബൻഡ് വിത്തിൻ മന്ത്സ് ഹസ്ബൻഡ് മരിച്ചു പോകുമെന്നാണ് സിസ്റ്റത്തിൽ അവർ ഡോക്യുമെൻ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, എൻ്റെ മാതാവേ ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാം, ഇത്രയും നാളും എന്നെ കരുതിയത് മാതാവ് തന്നെയാണ്, ഞങ്ങളെ കരുതിയതും കാത്തതും ഒക്കെ, ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാം, എൻ്റെ ഹസ്ബൻഡ് ഒരാപത്ത് പോലും വരുത്തരുതെന്ന് പ്രാർത്ഥിച്ചു. അപ്പം ഹസ്ബൻഡ് പ്രാർത്ഥിച്ചിട്ട് മൊബൈൽ തുറന്നപ്പം കോഴിക്കോട്ടുള്ള ഒരു ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടറിൻ്റെ ഒരു ക്ലാസ് പെട്ടെന്ന് കാണുകയും അപ്പം പെട്ടെന്ന് ആ ഡോക്ടറിനെ വിളിച്ച് സംസാരിക്കുകയും ചെയ്തു, എനിക്ക് ഇതേപോലെയാണ്, എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു ഇപ്പം ട്രാവൽ ചെയ്യേണ്ട, 3 ആഴ്ച കഴിഞ്ഞിട്ട് ട്രാവൽ ചെയ്താൽ മതി. അപ്പം അവിടുന്ന് ആണെങ്കിൽ ട്രാവൽ ചെയ്യരുതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഡോക്ടർ പറഞ്ഞു 3 ആഴ്ച കഴിഞ്ഞിട്ട് ട്രാവൽ ചെയ്യും, നാട്ടിൽ വാ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടുന്ന് ഡിസ്ചാർജായി ഞങ്ങൾ വീട്ടിൽ വന്നു. പക്ഷേങ്കിൽ ഹസ്ബൻഡ് എപ്പോഴും ഈ നെഞ്ചുവേദന വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇടയ്ക്ക് ഡോക്ടേഴ്സ് സ്ട്രൈക്കായി. അപ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൽ പോയി, ആരെയും കാണാൻ പറ്റാത്തൊരവസ്ഥയായി. പെട്ടെന്ന് ഇവിടെ വിളിച്ചു. അപ്പം എല്ലാവരും എൻ്റെ ഫ്രണ്ട്സും എല്ലാവരും ഓൾറെഡി സർജറി ചെയ്യാത്തതിന് എല്ലാവരും ഞങ്ങളോട് എതിർപ്പായി, ദേഷ്യപ്പെട്ട് ഞങ്ങളോട് സംസാരിച്ചു. നിങ്ങളിങ്ങനെ ഞാൻ ഈ ഫീൽഡിലായിട്ട് എന്തുകൊണ്ട് ഇങ്ങനെ ഹസ്ബൻഡിൻ്റെ കൂടെ നിൽക്കുന്നു, ഹസ്ബൻഡ് അറിയാത്തത് കൊണ്ടായെന്ന് പറഞ്ഞു. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്തു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്, അതേപോലെ കാർഡിയോളജി എല്ലാവരും വന്നിട്ട് എൻ്റെ ഫ്രണ്ട്സും ഒക്കെ പറയാണ് ഒരു കാരണവശാലും ഹസ്ബൻഡിൻ്റെ കളിക്ക് കൂട്ട് നിൽക്കരുത്, ഹസ്ബൻഡ് ഫ്ലൈറ്റിൽ കയറിയ നിങ്ങൾ കൊച്ചിയിൽ ഇറങ്ങില്ല, നിങ്ങൾ ഇവിടുന്ന് പൊങ്ങുന്ന സമയത്ത് ഹസ്ബൻഡ് മരിച്ചു. അപ്പോൾ ആ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് ആൾക്കാർ കുഴഞ്ഞു വീണും ഫ്ലൈറ്റിലിരുന്നു ഒക്കെ അറ്റാക്കിൽ മരിക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങ് ഒത്തിരി ന്യൂസ് വരും. അപ്പോൾ എല്ലാവരും അതാണ് ഞാൻ കിട്ടുവരുന്നത്, നിങ്ങളിത് കാണുന്നില്ലേ, പോകരുതെന്ന്. പക്ഷേ ഹസ്ബൻഡും മാതാവിനെ മുറുകെ പിടിച്ചു, നാട്ടിൽ വരണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ടിക്കറ്റ് എടുത്തു. അപ്പം ഫ്ലൈറ്റിൽ കയറുന്നതിന് മുമ്പേ തൈലം തൊട്ട് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. കാശുരൂപം എൻ്റെ കഴുത്തേ കിടന്ന കാശുരൂപം ഹസ്ബൻഡ് കഴിഞ്ഞാൽ മുറുക്കി പിടിച്ചു കൊടുത്തു. എന്നുവെച്ചാൽ ഫ്ലൈറ്റ് പോകുമ്പോൾ എനിക്കറിയില്ല എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞു കാശുരൂപം മുറുക്കി പിടിച്ചോണം, മാതാവിനെ മുറുക്കെ വിളിച്ചോണമെന്ന് പറഞ്ഞു. എന്നിട്ട് തൈലവും ഒക്കെ തേച്ചു, തേൻ നാവിൽ കൊടുത്തു. ഞങ്ങളെല്ലാവരും ചുറ്റും നിന്ന് പ്രാർത്ഥിച്ചു, മുറുക്ക് പിടിച്ച ഞങ്ങൾ ഇരുന്നത്, ഒന്നും സംഭവിക്കരുന്നു. പക്ഷേ ഫ്ലൈറ്റ് പൊങ്ങി ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കിയതും ഹസ്ബൻഡ് ഇരിക്കുന്ന കൂട്ട് തന്നെ ഇരിപ്പുണ്ട്, ഒരു കുഴപ്പവും സംഭവിച്ചില്ല. ഹസ്ബൻഡ് പറഞ്ഞു നിങ്ങളെന്തിനാ പേടിക്കുന്നത്, മാതാവല്ലേ എൻ്റെ കൂടെ ഉള്ളത്, നിങ്ങൾ പേടിക്കുകയൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് ഇറങ്ങി. പിറ്റേ ദിവസം ഇവിടെ വന്നു, ഞങ്ങൾ ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചു. ഇവിടുന്ന് പത്രമൊക്കെ മേടിച്ച് ഹരിപ്പാട് ഹോസ്പിറ്റലൊക്കെ കൊണ്ട് ചെന്ന് എല്ലാവർക്കും കൊടുത്തു. അതിനുശേഷം കോഴിക്കോട് ഹോസ്പിറ്റലിൽ പോയി ആൻജിയോഗ്രാം ചെയ്തു. ആൻജിയോഗ്രാം ചെയ്യുന്നതിന് മുമ്പ് തന്നെ എക്കോ ചെയ്തപ്പോഴേ ഡോക്ടർ പറഞ്ഞു പുള്ളിക്ക് എക്കോ ചെയ്യുമ്പോൾ EF എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ലെഫ്റ്റ് വെൻട്രിക്കിളിൻ്റെ ഫംഗ്ഷൻ, അത് പുള്ളിക്ക് അവിടെ വെച്ച് ചെയ്തതിൻ്റെ റിപ്പോർട്ടൊക്കെ അയച്ചതിനകത്ത് 55% ഉള്ളൂ. അപ്പോൾ ഇവിടെ വന്ന് ചെയ്തപ്പോൾ പറഞ്ഞു 65% ഉണ്ട്, പുള്ളിയുടെ ലെഫ്റ്റ് വെൻട്രിക്കിൾ നല്ലപോലെ പമ്പ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ അവിടുത്തെ റിപ്പോർട്ട് ഫുള്ള് ഡോക്ടർ കണ്ടുകൊണ്ട് ഡോക്ടറിന് അറിയാം ഇത് മുഴുവൻ ബ്ലോക്ക്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു മാക്സിമം നമുക്ക് ഈ ബ്ലോക്കൊക്കെ മാറ്റാൻ നോക്കാം, ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. പക്ഷേ ആൻജിയോഗ്രാം ചെയ്യാൻ കയറ്റിയിട്ട് ഡോക്ടർ എന്നോട് വന്നിട്ട് പറഞ്ഞത് നിങ്ങൾ ഈ അയച്ചു തന്ന റിപ്പോർട്ടുകളൊക്കെ ശരിക്കും കറക്റ്റാണോ എന്ന് എനിക്ക് തന്നെ സംശയമുണ്ട്. കാരണം പുള്ളിക്കിപ്പം അവിടുന്ന് കാണിച്ചു തന്ന ബ്ലോക്കുകളൊന്നും കാണുന്നില്ല. ഒരു ലെഫ്റ്റ് കൊറോണറി ആർട്ടറിയില്ല 2 സ്റ്റെൻറ്റ് ഇട്ടിട്ടുണ്ട്, അത് നല്ലപോലെ പമ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ റൈറ്റ് കൊറോണറി ആർട്ടറിയില്ല, അത് 100% ബ്ലോക്കാണ്, അതിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ അത്ഭുതം ഇതൊന്നും അല്ല, നമ്മളിപ്പം സർജറിക്ക് ബൈപ്പാസ് ചെയ്യുവാണെങ്കിൽ എങ്ങനെയാണോ ഒരു പുതിയൊരു ആർട്ടറി അതിൻ്റെ സൈഡിൽ കൂടെ വന്ന് സർക്കുലേഷൻ കൊടുക്കുന്നത്, അതേപോലെ തന്നെ ഒരു പുതിയ ബൈപ്പാസ് ദൈവം തന്നെ ക്രിയേറ്റ് ചെയ്ത് അവിടെ ഒരു ബൈപ്പാസ് ഇപ്പോൾ ഉണ്ട്. ആ റൈറ്റ് കൊറോണറി ആർട്ടറി ഇപ്പം പിന്നെ 100% ബ്ലോക്ക് ആണെങ്കിൽ
100% പമ്പ് ചെയ്യുന്ന ഒരു ബൈപ്പാസ് അതിൻ്റെ സൈഡിൽ കൂടെ ദൈവം തന്നെ നിങ്ങൾക്ക് ബൈപ്പാസ് ചെയ്ത് തന്നിട്ടുണ്ടെന്ന്. അപ്പോൾ ഡോക്ടർ തന്നെ പറയാണ്, എനിക്ക് തന്നെ അത്ഭുതം കൊണ്ടുപോയി, ഇത്രയും വലിയ അറ്റാക്ക് വന്ന ഹാർട്ടാണ്, ഈ ഹാർട്ട് കണ്ടാൽ പറയത്തില്ല, ഈ ഹാർട്ട് നല്ലപോലെ പമ്പ് ചെയ്യുന്നുണ്ട്, ഒരു കുഴപ്പമില്ല ഈ ഹാർട്ടിന്. പിന്നെ നടുക്ക് മാത്രം ഒരു ചെറിയൊരു ബ്ലോക്ക് ഉണ്ട്, അതിന് മാത്രം ഒരു സ്റ്റെൻറ്റ് ഇടാന്ന് പറഞ്ഞു, വേറെ എങ്ങും ഒന്നും ചെയ്യണ്ട. അപ്പോൾ ഡോക്ടർ തന്നെ പറയായിരുന്നു, എന്തുകൊണ്ടും നിങ്ങൾ ബൈപ്പാസ് ചെയ്യാതിരുന്നത് നന്നായി. അപ്പോൾ എനിക്ക് അത്രയും നാളായിട്ട് മനസ്സിലാകുന്നില്ല എന്താണ് ഹസ്ബൻഡ് ഇത്ര മുറുകെ പിടിച്ച് പറഞ്ഞതെന്ന് വെച്ചാൽ, മാതാവ് ഹസ്ബൻഡിനെ കൊണ്ട് പറയിക്കുന്നതാണ് ബൈപ്പാസ് ചെയ്യരുത്, നീ സമ്മതിച്ച് കൊടുക്കരുതെന്ന്. കാരണം വെച്ചാൽ ഡോക്ടർ പറയുമായിരുന്നു, ഇത്രയും നല്ലപോലെ വർക്ക് ചെയ്യുന്ന ഹാർട്ടിനകത്ത് ബൈപ്പാസ് ചെയ്ത് കഴിഞ്ഞാൽ അത് റിജക്റ്റ് ചെയ്തു പോകും, അത് ആ ഗ്രാഫ്റ്റ് ചെയ്ത് വെക്കുന്നത് റിജക്റ്റ് ചെയ്തിട്ട് ആ ഹാർട്ട് ഫെയിലിയറായിട്ട് ഹസ്ബൻഡ് മരിച്ചു പോകും. അപ്പം ഒരു കാരണവശാലും ബൈപ്പാസ് ചെയ്യാൻ പാടില്ലാത്ത ഹാർട്ടാണിത്, ഒരു കുഴപ്പമില്ല, 100% വർക്ക് ചെയ്യുന്നു, ഇത്രയും വലിയൊരു അറ്റാക്ക് വന്ന ഹാർട്ടാണ്, ഈ ഹാർട്ട് കണ്ടാൽ പറയത്തില്ലെന്ന് പറഞ്ഞു. അതേപോലെ മെഡിസിൻസ് എല്ലാം കുറച്ച്, അതേപോലെ ഞങ്ങൾ അവിടെ അഡ്മിറ്റായി കിടന്നപ്പോൾ തന്നെ ഇവിടുന്ന് ഞങ്ങൾ പത്രം കോഴിക്കോട് കൊണ്ടുപോയായിരുന്നു. അപ്പോൾ അവിടെ കൊണ്ടുചെന്ന് അവിടെ ഹോസ്പിറ്റലും അവിടെ എല്ലാവർക്കും കൊടുത്തു. അപ്പം അവിടുത്തെ ഒരു നേഴ്സിംഗ് മാനേജർ ഞങ്ങളെ കാണാൻ വേണ്ടിയിട്ട് പേഷ്യൻ്റെ സ്റ്റാറ്റസ് എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് റൂമിൽ വന്നു. അപ്പോൾ സംസാരിച്ച് വന്നപ്പം ജോമി എന്നാണ് നേഴ്സിംഗ് മാനേജർ വരെ. അപ്പം ഇവിടെ ഉടമ്പടി എടുത്തതാണ് നേഴ്സിംഗ് മാനേജർ. അപ്പം ഞങ്ങളോടെല്ലാം സംസാരിച്ചപ്പോൾ കാശ് രൂപമൊക്കെ കൊടുത്തപ്പോൾ പിറ്റേന്ന് രാവിലെ ഞങ്ങൾ, പുള്ളിക്ക് ട്രാവൽ ചെയ്യാൻ പാടായിരുന്നു, ഞങ്ങൾ വന്ദേ ഭാരത് ആകുമ്പോൾ 3.5 മണിക്കൂറേ ഉള്ളൂ ട്രാവൽ ചെയ്യാൻ. അപ്പോൾ ടിക്കറ്റ് ഓൾറെഡി ബുക്ക് ചെയ്ത്, അപ്പോൾ രാവിലെ ബില്ല് അടയ്ക്കാൻ വേണ്ടി ചെന്നപ്പോഴത്തേക്ക് ക്രെഡിറ്റിനകത്ത് ലിമിറ്റ് ഉള്ളതുകൊണ്ട് പൈസ അടയ്ക്കാൻ പറ്റുന്നില്ല ഞങ്ങൾക്ക്. ഇത് അടച്ചാലേ ഞങ്ങളെ ഡിസ്ചാർജും ചെയ്യത്തുള്ളൂ, 8 മണിയാകാൻ പോകുന്നു, ഞങ്ങൾക്ക് 9 മണിക്ക് ട്രെയിനുമാണ്. അപ്പോൾ ഈ സിസ്റ്റർ പെട്ടെന്ന് ഞങ്ങളെ കാണാൻ വേണ്ടി വരികയാണ്. മാതാവ് പറഞ്ഞു വിട്ടു, പുള്ളി പറയാണ്, ഞാൻ റൗണ്ട്സിന് വന്നതാണ്, എനിക്ക് പെട്ടെന്ന് തോന്നി നിങ്ങളെ വന്ന് കാണണമെന്ന്. വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇതേപോലെ ബില്ല് അടയ്ക്കാൻ പറ്റുന്നില്ലെന്ന്. പെട്ടെന്ന് തന്നെ പുള്ളിക്കാരി ചെന്ന് ഫിനാൻസിൽ പറഞ്ഞു, പുള്ളിക്കാരിയുടെ സ്വന്തം അക്കൗണ്ടിൽ നിന്ന് പൈസ എടുത്തിട്ട് പെട്ടെന്ന് ബില്ലടച്ചു, ബില്ല് ക്ലോസ് ചെയ്തു, പെട്ടെന്ന് വണ്ടി അറേഞ്ച് ചെയ്ത് തന്ന് പെട്ടെന്ന് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് വിട്ടു. ഞങ്ങൾ അപ്പം തന്നെ നാട്ടിലേക്ക് തിരിച്ചു വന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് മരിച്ചു പോകേണ്ടതാണ്. എൻ്റെ കൂടെ ഇപ്പം ഈ ആരോഗ്യത്തോടെ ഈ ഹസ്ബൻഡ് നിൽക്കുന്നത് എൻ്റെ ഉടമ്പടി പ്രാർത്ഥന കൊണ്ടും എൻ്റെ മാതാവിൻ്റെ കാരുണ്യം കൊണ്ടും മാത്രമാണ്. ഞങ്ങൾ കാരുണ്യ പ്രവർത്തികളെന്ന് പറയുമ്പോൾ ഇവിടുന്ന് എപ്പോഴും പോകുമ്പം പത്രം മേടിച്ചുകൊണ്ട് പോകും, അവിടെ ചെന്ന് ഫ്രണ്ട്സിനും പിന്നെ ഞങ്ങൾ അവിടെ പോകുന്ന പള്ളിയിലും ഒക്കെ കൊണ്ട് കൊടുക്കും. പിന്നെ എൻ്റെ എൻ്റെ പേഷ്യൻസിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും, അവർക്ക് വേണ്ടിയിട്ട് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുകയും അവരുടെ വേദനകൾ അവരോട് കൂടെ ആയിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. ഞങ്ങളെക്കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാൻ ശ്രമിക്കും. അപ്പം ഞാൻ അവിടുന്ന് വന്നപ്പോൾ തന്നെ പറയുന്നുണ്ടായിരുന്നു, ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടേ ഞാൻ പോകത്തുള്ളൂ. കാരണം വെച്ചാൽ ഇത്രയും വലിയൊരു അത്ഭുതം. കാരണം വെച്ചാൽ ലോകത്ത് എല്ലാ ദിവസവും കേൾക്കുന്നത് എല്ലാവരും കുഴഞ്ഞു വീണ് മരിക്കുന്നു, അറ്റാക്ക് വന്നു, ഉറക്കത്തിൽ മരിക്കുന്നു. എൻ്റെ ഹസ്ബൻഡിന് ഉറക്കത്തിൽ വെളുപ്പിന് 3 മണിക്ക് അറ്റാക്ക് വന്നു, പിറ്റേന്ന് കുഴഞ്ഞു വീണു. പക്ഷേ 2 സമയത്തും എൻ്റെ മാതാവ് പൂർണ്ണമായിട്ടും കരുതിയത് കൊണ്ടാണ് എൻ്റെ ഹസ്ബൻഡ് രക്ഷപ്പെട്ടത്, ഇപ്പോഴും എൻ്റെ കൂടെ ആരോഗ്യത്തോടുകൂടി നിൽക്കുന്നത്. അപ്പം ആ സാക്ഷി എനിക്കിവിടെ ഒന്ന് പറയണമെന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഇവിടെ ഞാൻ വന്നു. എനിക്ക് അമൃതയിലൊരു ചെക്കപ്പ് ഉണ്ടായിരുന്നു, ഒരു സർജറി കഴിഞ്ഞ്. എൻ്റെ ചെക്കപ്പിന് പോയപ്പോൾ എനിക്ക് അർജൻറ്റായിട്ട് അടുത്ത സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. ഞങ്ങൾ പ്രതീക്ഷിക്കാത്തതായിരുന്നു. ഇന്ന് സർജറി ആയിട്ട് എൻ്റെ 5ാമത്തെ ദിവസമാണ്. ഞാൻ ആ സർജറി കഴിഞ്ഞ് വന്നിട്ട് ഇത്രയും ദിവസമായിട്ട് ഞാൻ കട്ടിലേന്ന് എണീറ്റിട്ടില്ല. എനിക്ക് ഛർദിലും തലകറക്കമാണ്. അപ്പോൾ എനിക്ക് എണീക്കുമ്പോൾ അപ്പം തന്നെ ഛർദിൽ വരും, തലകറക്കം വരും. ഞാൻ ഇച്ചിരി കരിക്കും വെള്ളം കുടിക്കും, തിരിച്ച് കിടക്കും. അതുമാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ ഇന്നലെയും മെനങ്ങാന്നും ഒക്കെ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം എൻ്റെ വയറ്റത്ത് തേച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. മാതാവേ, എനിക്ക് പോകുന്നതിന് മുമ്പ്, ഈ തിങ്കളാഴ്ച ഞങ്ങൾ തിരിച്ചു പോവുകയാണ്, പോകുന്നതിന് മുമ്പ് വന്ന് എനിക്ക് ഈ സാക്ഷ്യം എങ്ങനെയെങ്കിലും എൻ്റെ മാതാവ് ഇവിടെ എത്തിക്കണം. തല കറങ്ങരുത്, എനിക്ക് ഈ അൾത്താരെ കയറി നിൽക്കുമ്പോൾ ഞാൻ തല കറങ്ങി വീഴരുത്, എനിക്ക് ഛർദ്ദിക്കാൻ തോന്നരുത്, എനിക്ക് ഇവിടെ വന്ന് നിന്ന് ഈ സാക്ഷ്യം പറഞ്ഞിട്ട് പോകാൻ എനിക്ക് പറ്റണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടായിരുന്നു ഇരുന്നത്. ഇന്ന് രാവിലെ എണീറ്റപ്പോൾ മാത്രം ജസ്റ്റ് എനിക്കൊരു തലകറക്കം പോലെ വന്നു. പക്ഷേ അന്നേരം അതങ്ങ് മാറി. ഞാൻ പെട്ടെന്ന് പ്രാർത്ഥിച്ചു മാതാവിനോട്, മാതാവേ, എനിക്ക് ഞെത്തി ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ പറ്റണമെന്ന്. ഇവിടെ എനിക്ക് വരാൻ പറ്റി. എനിക്ക് ഇത്രയും നേരമായിട്ട് തലകറക്കവും ഇല്ല, ഛർദിലുമില്ല, ആരോഗ്യത്തോടു കൂടി നിന്ന് എനിക്ക് ഈ സാക്ഷ്യം പറയാൻ പറ്റി. അതിന് എൻ്റെ മാതാവിനും തിരുകുമാരനും 1000 നന്ദി. അതേപോലെ തന്നെ ഞങ്ങൾ 22 മുതൽ ഉടമ്പടിയിലാണ്. അന്ന് മുതൽ ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ കാര്യത്തിലും നമ്മൾ ഓരോ സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോൾ നമുക്കറിയില്ല അടുത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. പക്ഷേ മാതാവിനത് പൂർണ്ണമായിട്ട് അറിഞ്ഞ് മാതാവ് നമുക്ക് മുൻപേ നടന്ന് ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമുക്ക് ചെയ്തു തരും. അത് നമ്മൾ ഉടമ്പടിയിലായിരിക്കുമ്പോൾ നമുക്കത് പൂർണ്ണമായിട്ട് മനസ്സിലാവും. ഇപ്പം എനിക്ക് ഒന്നിനെക്കുറിച്ചും ഭയമില്ല. കാരണം വെച്ചാൽ മാതാവ് ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. സങ്കീർത്തനം 91 പറയുന്ന കൂട്ട് തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടെ നിന്ന് നിന്നെ മറച്ചു പിടിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഒരു ശത്രുവും നിന്നെ വന്ന് തൊടത്തില്ല, നിനക്കൊരാപത്തും വരുത്താൻ നോക്കിക്കോളും. ദൂതന്മാരോട് കൽപ്പിച്ചിട്ടുണ്ട്, നിൻ്റെ കാല് കല്ലിൽ തട്ടി നിനക്കൊരാപത്ത് പോലും വരാതെ
കാക്കാൻ ദൈവം ദൂതന്മാരെ നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. മാതാവ് നമുക്ക് വേണ്ടിയിട്ട് പൂർണ്ണമായിട്ടും മധ്യസ്ഥം വഹിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഉടമ്പടിയിലായിരിക്കുന്ന സമയത്ത് ഒന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ട കാര്യമില്ല. അത് ഞാൻ എൻ്റെ ഉടമ്പടി ജീവിതത്തിലൂടെ പഠിച്ചതാണ്. ഞങ്ങൾക്കിപ്പം ഒന്നിനെക്കുറിച്ചും ആധിയില്ല. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ള ആധികളൊന്നുമില്ല. മാതാവ് പൂർണ്ണമായിട്ട് ഞങ്ങളെ കാത്തുകൊള്ളും. ഇനി അങ്ങോട്ടുള്ള ഞങ്ങളുടെ ഓരോ നിമിഷത്തിലും ഞങ്ങളെ കാത്തുകൊള്ളുമെന്ന് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഇത്രയും നേരെ എനിക്കിവിടെ വന്ന് ഇന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചതിന് 1000 നന്ദി മാതാവിനോട് അർപ്പിക്കുന്നു. എൻ്റെ ഹസ്ബൻഡിനെ പൂർണ്ണ ആരോഗ്യവാനായിട്ട് എനിക്ക് തിരിച്ചു തന്നതിന് മാതാവിനോട് നന്ദി പറയുന്നു. ഇനിയും ഞങ്ങൾക്ക് ഈ അൾത്താരയിൽ വന്നിന്ന് ഏത് വെക്കേഷൻ വന്നാലും ഇവിടെ വന്നിന്ന് ഈ അൾത്താരയിൽ സാക്ഷ്യം പറഞ്ഞിട്ട് പോകാൻ പറ്റണമെന്ന് മാത്രമാണ് ഞങ്ങളുടെ പ്രാർത്ഥന. എന്നും മാതാവിൻ്റെ നിത്യസാക്ഷികളായിരിക്കാൻ ഞങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 4-ാം തിരുവചനം. നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. മുന്തിരിച്ചെടിയിൽ നിൽക്കാതെ ശാഖയ്ക്ക് സ്വയമേവ ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും സാധിക്കുകയില്ല. യേശുവിൽ പ്രിയമുള്ളവരെ, രമ്യ ഹരിപ്പാടിൻ്റെ ജീവിത പങ്കാളിയിലുണ്ടായിരുന്ന മാറ്റവും ജീവിത പങ്കാളിക്ക് കൊടുത്ത വലിയ കൃപയെക്കുറിച്ചാണ് രമ്യ ഇവിടെ നമ്മളോട് സാക്ഷ്യം പറഞ്ഞത്. ഉടമ്പടി ജീവിതത്തിൽ അവർ കൃത്യമായിട്ട് ചെയ്തു. ഉടമ്പടി ജീവിതം, പ്രേക്ഷിത പ്രവർത്തനം, അറിയാത്തവരെ അറിയിക്കാൻ അവർ തീക്ഷ്ണതയോടുകൂടി നിന്നപ്പോൾ മരിച്ചുപോയെന്ന് കരുതിയിരുന്ന ജീവിത പങ്കാളിയെ പരിശുദ്ധമ്മ പുതിയ ഹൃദയം കൊടുത്ത് പുതിയ റൂട്ട് റെഡിയാക്കി. ഹൃദയം പുറമേ പുതിയത് കൊടുത്തത് കൂടാതെ പുതിയ റൂട്ട് കൂടി ശരിയാക്കി കൊടുത്തു. അവിടെ യാതൊരു കുഴപ്പമില്ലാത്ത ഒരു ഹൃദയം, പുതിയ ഹൃദയം കൊടുത്തു. ഇത് പരിശുദ്ധമ്മയോടുള്ള വിശ്വാസമാണ്. അതിനുശേഷം ബില്ലടക്കാൻ ഒരു സിസ്റ്ററിനെ ഒരുക്കി. പരിശുദ്ധമ്മ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ ഓർത്താൽ നമ്മൾക്ക് എത്ര സാക്ഷ്യം പറഞ്ഞാലും പോരാ, നന്ദി പറഞ്ഞാലും പോരാ. ഇതാണ് സഞ്ചാരിയമ്മ. അവരുടെ ഭയം മാറി. ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് 5 ദിവസമേ ആയുള്ളൂ. ഇവിടെ നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ അമ്മയോട് പറഞ്ഞ, അമ്മേ ഞാൻ ഛർദ്ദിക്കുകയാണ്, എനിക്ക് പോയി എൻ്റെ ജീവിത പങ്കാളിക്ക് അമ്മ പുതിയ ഹൃദയം വെച്ച് കൊടുത്തത് എനിക്ക് ജനങ്ങളോട് പറയണം. അമ്മയുടെ മുൻപിൽ വന്ന് അതിനെന്നെ ഒരുക്കണം. നിൽക്കാൻ പോലും സാധിക്കാത്ത ആ രമ്യ ഇവിടെ വന്ന് നമ്മുടെ മുൻപിൽ വന്ന് അൾത്താരയിൽ സാക്ഷ്യം പറയുകയാണ്. ഇതെല്ലാം പരിശുദ്ധമ്മ ചെയ്യിക്കുന്നതാണ്. അവരുടെ മുന്നേ നടന്നുകൊണ്ട് അവർക്ക് യാതൊരു കുഴപ്പവും വരാതെ അവരമ്മ സംരക്ഷിക്കുകയാണ്. ഇതാണ് ജീവിക്കുന്ന ഉടമ്പടി സാക്ഷ്യം. ഉടമ്പടി അവർ സ്റ്റഡ് ഇടാൻ കോഴിക്കോട് പോകുന്നതിന് മുൻപ് കൃപാസനത്തിൽ വന്ന് പത്രം വാങ്ങിച്ചു. മെഡിക്കൽ കോളേജിലെല്ലാം കൊടുത്തിട്ടാണ് അവർ പോയത്. ഹരിപ്പാടുള്ള മെഡിക്കൽ കോളേജിൽ കൊടുത്തു. അവരോട് കാര്യങ്ങളൊക്കെ എല്ലാം അവരുടെ കാര്യങ്ങൾ സാക്ഷ്യം പറഞ്ഞിട്ട് കോഴിക്കോട് പോവുകയാണ്. അവിടെ ചെന്നപ്പോഴമ്മ പുതിയ ഹൃദയമാണ് അവർക്ക് ഡോക്ടറിന് കാണിച്ചു കൊടുത്തത്. പരിശുദ്ധമ്മ ഇവർക്ക് കൊടുക്കുന്നതിന് ആരും കയറി ഇറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എൻ്റെ ഭവനത്തിന് ചുറ്റും പാളയമടിച്ച് കാവൽ നിൽക്കും. ഒരു മർദ്ദകനും ഇനി അവരെ കീഴടക്കുകയില്ല. എൻ്റെ കണ്ണവരുടെ മേലുണ്ട്. പരിശുദ്ധമ്മ വഴി ഈശോ കൊടുത്ത ഈ വൻ കൃപയ്ക്ക് 1000 കോടി നന്ദി പറഞ്ഞ് യേശുവിലേക്ക് നമുക്ക് ഈ സാക്ഷ്യം സമർപ്പിക്കാം.